യഥാർത്ഥത്തിൽ താങ്കൾക്ക് അറിയാമല്ലോ ഇതിനൊരു നിയ്യത്ത്, അതിൻ്റെ ഉദ്ദേശം നമുക്ക് അതിന് വ്യക്തതയുണ്ട്. ഞാൻ അഭിമാനപൂർവ്വം പറയാം, എൻ്റെ 3 മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ മക്കളുടെ കല്യാണം എങ്ങനെയാവണോ എന്ന് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മറ്റോരോ മക്കളുടെ കല്യാണം അതുപോലെ ആവണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദൈവം അതിനുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലരും ടിപ്പിക്കലായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് മടുത്തിരിക്കണം. അപ്പോൾ ആ പുതുമയുള്ള ഭക്ഷണം എന്തുണ്ട് എന്നുള്ളതാണ് നമ്മളെ കസ്റ്റമേഴ്സ് പോലും നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻറ്റുകൾ സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ കൃത്യമായിട്ട് ദീർഘകാലം പാരമ്പര്യം മൂല്യങ്ങളുമുള്ള ആളുകളോട് മാത്രമേ നമ്മൾ ചെയ്യൂ. ഇന്ന് വരെ ആ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു പ്രോഗ്രാമില് അത് മോശമായിട്ട് അവരുടെ പദവിയെ പിന്നിലേക്ക് വലിക്കുന്ന തരത്തിലുള്ള ഒന്നിനും ഒരു പരീക്ഷണം ദൈവം ഇന്ന് വരെ തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു സംരംഭത്തിന് നമുക്ക് ലൈവായിട്ട് ഫീഡ്ബാക്ക് കിട്ടും കസ്റ്റമറുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വേറൊന്നുമല്ല, ഭക്ഷണം. നമ്മളൊരു റെസ്റ്റോറൻറ്റിലോ ഒരു സദ്യ കഴിക്കാനോ ഒക്കെ പോയാൽ അത് നല്ലതാണെങ്കിൽ ആ നിമിഷം നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ 3ാം തലമുറയിൽ എത്തി നിൽക്കുന്ന ഒരു സംരംഭം, അത് വളർന്നു എന്നുള്ളതല്ല, ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്കായ ഒരു ബ്രാൻഡായി തീർന്നു. അതിൻ്റെ സാരഥികളായ ഒരു പിതാവും മകനുമാണ് എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത്. സ്നേഹാദരവോടെ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉസ്മാനിക്ക, സ്വാഗതം സ്പാർക്കിലേക്ക്. ഹാറൂൺ, നമ്മൾ തമ്മിൽ ഒരു ഈഗിൾ കണക്ഷൻ ഉണ്ട്. താങ്കൾ എൻ്റെ ഈഗിൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്ക് സ്വാഗതം. ഉസ്മാനിക്കലും തുടങ്ങാം. താങ്കളുടെ നാട് എവിടെയാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിനടുത്ത് അക്കിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. താങ്കൾ പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു? പഠിച്ചത് അവിടെ അക്കിക്കാവ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. വിദ്യാഭ്യാസം എവിടെ വരെ? വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെയാണ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബോംബെയിൽ അല്പം ഒരു നൈറ്റ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതുകൊണ്ട് ഒക്കെ ഒരു ചെറിയ ചെറിയ കോഴ്സുകളായിട്ട് മാത്രമാണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാദർ എന്തെങ്കിലും ബിസിനസ്? ഫാദർ ദീർഘകാലമായിട്ട് 45ൻ്റെ ഒക്കെ മുമ്പ് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. ബോംബെയിലായിരുന്നു, ഫുഡ് ഇൻഡസ്ട്രിയിലാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹം ബോംബെയിലായിരുന്നു. അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് 81 അദ്ദേഹം റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്ന ആ സമയത്താണ് ഞാൻ ബോംബെയിൽ പോയിട്ട് ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. 83 കുന്നംകുളത്തൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയും ചെയ്തു. അതിനാൽ പിന്നെ ബോംബെയിലുള്ള പരിപാടികൾ അവസാനിപ്പിച്ച് നാട്ടിൽ 2 കൊല്ലം ബോംബെയിലുണ്ടായിരുന്നു. 2 കൊല്ലമല്ല, ശരിക്കും 78 മുതലേ വെക്കേഷൻ സമയത്തൊക്കെ പോകുമായിരുന്നു. ഓക്കെ. 16ാമത്തെ വയസ്സിലാണ് 81 അവിടെ പോയിട്ട് ജോയിൻ ചെയ്തത്. ഓക്കെ. അതിനുശേഷം 18ാം വയസ്സിൽ നാട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് തുടങ്ങിയത്? ഇവിടെ വന്നിട്ട് ഉപ്പയുടെ പെങ്ങളുടെ മകനും കൂടി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. എന്ത് പേരിലാണ്? എന്താണ്? രാജ്മഹൽ. അപ്പോൾ തിരിച്ച് അതിലേക്ക് കടന്നു താങ്കൾ, അല്ലേ? അപ്പോൾ താങ്കൾ വേറെ സഹോദരൻ ആ കാലത്ത് ഗൾഫിലായിരുന്നു. ഞാനും ഉപ്പയും ഉപ്പയുടെ പെങ്ങളുടെ മകനും കൂടിയിട്ടാണ് അത് ചെയ്തത്, തുടങ്ങിയത്. പിന്നീടാണ് സഹോദരൻ പിന്നീട് കുറച്ചു കാലം സഹോദരൻ കൂടി വന്നു, അല്ലേ? ഞാൻ ഹാറൂണിലേക്ക് വരാം. സ്വാഭാവികമായിട്ടും നിങ്ങളും തൃശ്ശൂർ സ്വദേശിയാണ്, ഒരേ നാട്ടുകാരനാണ്, അല്ലേ? നിങ്ങൾ പാപ്പയും മോനുമാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം അവോയ്ഡ് ചെയ്യാണ്. പഠിച്ചത് എവിടെയാണ്? പഠിച്ചത് ഞാൻ 10ാം ക്ലാസ് വരെ എൻ്റെ പെരുമ്പിലാവിലെ അൻസാർ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ +1 +2 ഞാൻ ഉപ്പ പഠിച്ചിരുന്ന അതേ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് വയനാട്ടിലാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ മദ്രാസിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ മദ്രാസിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഉപ്പയുടെ കൂടെ ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ഉണ്ട്. ഈ ഫുഡ് ഇതിനെ കുറിച്ചിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുമുണ്ട് താങ്കൾ, അല്ലേ? ഞാൻ ഉസ്മാനിക്കലോട് തിരിച്ചു വരാം. താങ്കൾ ഇൻഡസ്ട്രിയിൽ ഒരു വെറ്ററനാണ്. തുടക്കം നമുക്കൊന്ന് രാജ്മഹലിലേക്ക് തിരിച്ചു പോയാൽ അത് പിന്നീട് ആ സ്ഥാപനം വളർന്നോ, വേറെ ബ്രാഞ്ചുകൾ തുടങ്ങിയോ, എങ്ങനെയായിരുന്നു അത്? ആ സ്ഥാപനം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊരു ഭക്ഷണ സംസ്കാരം കൊണ്ടുവരാനുള്ള ഒരു പോയിൻ്റായിട്ട് അത് മാറിയിരുന്നു. നോർമൽ ലെവലിൽ സാധാരണ അവിടെ ആ കാലം വരെ ഈ നോൺ വെജ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ
കഴിയാവുന്നിടത്തോളം ഇത്ര കിലോ ഇറച്ചി, ഇത്ര കിലോ മീൻ, ഇത്ര കിലോ കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് വരുത്തി, അതായത് പിന്നെ മാർക്കറ്റിൽ വിളിച്ചു പറഞ്ഞിട്ട് വരുന്ന അവസ്ഥയിൽ നിന്ന് അതെ. നേരിട്ട് പോയി പർച്ചേസ് ചെയ്യാം. അത് ബോംബെയിൽ നിന്ന് വാപ്പ അനുവർത്തിച്ചു വരുന്ന അതേ ശൈലി നാട്ടിലെടുത്തു. അതൊരു വളരെ വലിയ ഒരു വിപ്ലവം തന്നെയായിരുന്നു അത്. നല്ല ക്വാളിറ്റിയുള്ള സാധനം സെലക്ട് ചെയ്യും. നല്ല ക്വാളിറ്റി, അപ്പോൾ നല്ല ഭക്ഷണമായി അവിടെ. നല്ല ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് വേറെ ബ്രാഞ്ചുകൾ തുടങ്ങിയോ? അത് 93 അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ കുന്നംകുളത്ത് ആദ്യത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഓക്കെ. അപ്പോൾ രണ്ടെണ്ണമായി. പിന്നീട് 93 മുതൽ ചെറിയ രീതിയിൽ പിന്നെ കാറ്ററിംഗ് ഏറ്റെടുക്കൽ തുടങ്ങി. ഓക്കെ. അവിടുത്തെ 93. അപ്പോൾ അന്ന് കേറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര catering എല്ലാവരും എന്ന് കേട്ടിട്ടില്ല. പറഞ്ഞാൽ ഇല്ല. ആ. യഥാർത്ഥത്തിൽ അന്ന് കാറ്ററിംഗ് എന്ന് പറയുന്നത് നാട്ടിൽ അറിയാലോ, താങ്കൾക്കും അറിയാലോ, നാട്ടിലൊക്കെയുള്ള കുക്കുകളെ, പണ്ടാരിമാരെ, അതെ അതെ അതെ. പാചകക്കാരെ വിളിച്ചിട്ട് ഭക്ഷണം ഒരുക്കും. വീട്ടുകാർ തന്നെ അത് വിളമ്പാനുള്ള സൗകര്യങ്ങൾ, അതിനൊരു മേൽനോട്ടക്കാരനൊക്കെ ഒരു ഉണ്ടാവും മേൽനോട്ടക്കാരൻ, കുടുംബത്തിൽ നിന്ന്. ഒരു കലവറ സൂക്ഷിപ്പുകാരുണ്ട്. അതൊക്കെ ആ കാലത്ത് സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിഭവങ്ങളിലും അല്പസ്വല്പമൊക്കെ വ്യത്യാസപ്പെട്ടിട്ട് ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ നല്ല രീതിയിലുള്ള പിന്നെ ചോറ്, മീൻ കറി, പോത്തിറച്ചി വരട്ടിയത് അല്ലെങ്കിൽ പശു വരട്ടിയത്, കോഴി റോസ്റ്റ്, കാളൻ തോരൻ, അച്ചാറ്, ഇതായിരുന്നു കുന്നംകുളം മേഖലയിലെ പ്രധാന അന്നത്തെ കാലത്ത്. ഇതെല്ലാം രുചികരമൊക്കെ ആയിട്ടുള്ളതായിരുന്നു. അതിലൂടെ അല്പം ബിരിയാണിയൊക്കെ കൂടി വെച്ചിട്ട് ഒരു പുതിയ മെനു കോൺസെപ്റ്റ് കൊണ്ടു. ഒരു കോൺസെപ്റ്റ് കൊണ്ടു. കുന്നംകുളം മേഖലയിൽ അത് വളരെ നന്നായി സൂപ്പർ ഹിറ്റായി അന്നേ. സൂപ്പർ ഹിറ്റായി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് വെറും പിന്നെ നമ്മുടെ വിശപ്പിന് ശമനം വരുത്തുന്ന ഒരു സാധനം മാത്രമല്ല, അത് അനുഭവിക്കാനുള്ള, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും കൂടിയാണെന്ന് നമ്മുടെ മനസ്സിലൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പതുക്കെ പതുക്കെ പിന്നെ ഗസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അതിഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. അത് വളരെ നല്ല രീതിയിൽ സ്വീകാര്യം. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ്സും വിജയമായി, കേറ്ററിങ്ങും വളരുന്നുണ്ട്. കേറ്ററിംഗ് പിന്നീട് റെസ്റ്റോറൻറ്റ് നമ്മൾ 2 എണ്ണത്തിൽ ഒതുങ്ങിയോ? റെസ്റ്റോറൻറ്റ് 2 എണ്ണത്തിൽ ഒതുങ്ങിയിട്ടില്ല. ആ. അത് കഴിഞ്ഞ് അല്പം കൂടി പിന്നെ കഴിഞ്ഞപ്പോൾ ഒരു വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ഓക്കെ. ആ കാലത്ത് അല്പസ്വല്പം നോർത്ത് ഇന്ത്യൻ, പിന്നെ കുറച്ച് കോണ്ടി, ചൈനീസ് ഇതാക്കിയിട്ടുള്ള വളരെ നല്ല രീതിയിൽ, അതിന് ഇപ്പോഴും അഭിമാനപൂർവ്വം പറയാം. നമുക്ക് എന്താ വെച്ചാൽ ഹൈവേയിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ആർക്കിടെക്റ്റ് ഇതുള്ള ഇതും ഒപ്പം തന്നെ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് അത് ഇപ്പോഴും. അത് 3 റെസ്റ്റോറൻ്റായി. അതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കാറ്ററിംഗ് കുറേം കൂടിയൊക്കെ വിപുലമാക്കി തുടങ്ങി. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലങ്ങളായിരുന്നു വടക്കേക്കാളൊക്കെ. പ്രത്യേകിച്ച് GCC കൺട്രികളിൽ, ഖത്തറിലൊക്കെ ഏറ്റവും ഉയർന്ന ജോലികളും ഏറ്റവും ഉയർന്ന തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളും നടത്തി വരുന്ന, നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ തന്നെ സമ്പത്തുള്ള ഒരു ആള്, വലിയൊരു വിഭാഗം നിൽക്കുന്ന, അതൊരു അവിടെ നിന്ന് നമ്മൾ കുറച്ച് വിപുലമായിട്ടുള്ള കല്യാണങ്ങളൊക്കെ ഏറ്റെടുത്തു തുടങ്ങി. അത് ഈ മേഖലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരെണ്ണം നന്നായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം ഒരു 20 ബിസിനസ്സിലും കിട്ടും. അപ്പം നമുക്ക് അന്ന് ഇന്നത്തെ പോലെ 93 അങ്ങനെ മാർക്കറ്റിംഗ് ഒരു ഡിവിഷൻ ബാക്കിയുള്ളതൊന്നുമില്ല. ഒക്കെ മൗത്ത് ടു മൗത്ത് ആണ്, ആരെങ്കിലും പറഞ്ഞ് അത് നമ്മളെ കാര്യമായിട്ടുള്ള വിപുലീകരണത്തിന് നമുക്ക് സാധ്യത ഉണ്ടാക്കി. അത് ദൈവത്തിൻ്റെ സഹായം കൊണ്ടൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ വളർച്ച എവിടെ വരെ എത്തി? പിന്നീട് റെസ്റ്റോറൻറ്റുകളുടെ വളർച്ച. അതെ, റെസ്റ്റോറൻറ്റുകളുടെ വളർച്ച. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജ്മഹൽ രുചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയിട്ട് തുടങ്ങി. അതിൻ്റെ ഒരു സമയത്ത് ഞാനും ചേട്ടനും കൂടിയിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് വാപ്പയുടെ കാലശേഷം ഇത് എത്തിയത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ചും കൂടി വിപുലീകരിക്കാനും കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് രണ്ടായിട്ട് അത് ഇതാക്കുകയാണെങ്കിൽ കുറേയും കൂടി ബെറ്റർ അതാണ്. രണ്ടുപേർക്കും വളർച്ചയുണ്ടാവും. രണ്ടുപേരുടെയും
ചിന്താഗതികളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റുന്നുള്ളൊരു ഒരു സമയം വന്നപ്പോൾ രാജ്മഹൽ എന്നുള്ള ബ്രാൻഡ് ജ്യേഷ്ഠന് വിട്ടുകൊടുത്തിട്ട് രുചി എന്നുള്ളൊരു ബ്രാൻഡിലേക്ക് ഞാൻ രുചി അത് നമ്മൾ ഫുഡിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ പേരിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. നമ്മളൊരു പിന്നെ കുന്നംകുളത്ത് തന്നെ നമ്മുടെ വളരെ അടുപ്പമുള്ള ഒരാളുടെ കല്യാണം നമ്മൾ ചെയ്തിട്ട് രണ്ടാമത്തെ മകൻ്റെ കല്യാണം പിന്നെ ഓർഡർ എടുക്കാൻ വേണ്ടി അവിടെ നിന്നപ്പോൾ അവരുടെ വീട്ടുകാർ പത്തനംതിട്ടയിലുള്ളതാണ്. അപ്പോൾ അവർ വളരെ നന്നായിട്ട് തിന്ന് കഴിഞ്ഞ കല്യാണം പോലെയൊക്കെ തന്നെ ആവണട്ടാ. എന്തൊരു രുചിയായിരുന്നു ഭക്ഷണത്തിന്. അത് വളരെ രുചി എന്ന് പറയണത് വളരെ അടിവരയിട്ടിട്ട് പറഞ്ഞു വരുന്നത്. അന്ന് അത് എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെയാണ് രുചി എന്നുള്ള ബ്രാൻഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ ഹാറൂണിലേക്ക് തിരിച്ചു വരാം. താങ്കൾ വരുമ്പോഴേക്കും ഇത് രുചിയാണ്. ഞാൻ ചെറുപ്പം മുതലേ രാജ്മഹലുള്ള സമയത്ത് തന്നെ ഉപ്പാടെ കൂടെ ഉണ്ട്. ഞാൻ സ്കൂളിങ്സ് ഇല്ലാത്ത സമയത്ത് ഞാൻ പുള്ളിയുടെ കൂടെ എല്ലാം വർക്കിന് വരെയും റെസ്റ്റോറൻറ്റ് വരെയും രാജ്മഹലുള്ള സമയം മുതലേ ഉണ്ട്. രുചി ആയതിനു ശേഷമാണ് ഞാൻ ഫുള്ളി ആക്റ്റീവ് ആയത്. ഞാൻ രാജ്മഹലുള്ള സമയത്ത് ഞാൻ എൻ്റെ സ്കൂളിംഗ് ടൈംസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രുചി ആയതിനു ശേഷം ഞാൻ മദ്രാസിൽ 1 year കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഇപ്പൊ വിളിച്ചു, ഇവിടെ വേണം, ആളാവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫുള്ളായിട്ട് പിന്നെ ഹാറൂൺ ഇവിടെ എത്തുമ്പോഴേക്കും രുചി ഒരു ബ്രാൻഡ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഉപ്പയും ബ്രാൻഡായി. ആ കാലം കൊണ്ട് ഉസ്മാൻ ഖാൻ എന്ന് പറയുന്നത് ഇതിന്റെ വെറ്ററൻ ആണ്. ഞാൻ കയറുന്നത് തന്നെ ഉസ്മാൻ ഖാന്റെ മകൻ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിലാണ് ഞാൻ കയറുന്നത്. എനിക്ക് ഇന്ന് കിട്ടിയ എല്ലാ സ്ഥാനങ്ങളും അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഉസ്മാൻ ഖാൻ, ഇതിലെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അന്നത് ചെറുതായിരുന്നെങ്കിൽ ഇത് വലിയ ഇൻഡസ്ട്രി ആയി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ രുചി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായത്? അതിന് യഥാർത്ഥത്തിൽ താങ്കൾക്ക് അറിയാമല്ലോ, ഇതിനൊരു നിയ്യത്ത്, അതിൻ്റെ ഉദ്ദേശം നമുക്ക് അതിനൊരു വ്യക്തതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ അഭിമാനപൂർവ്വം പറയാം, എൻ്റെ 3 മക്കളുടെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ മക്കളുടെ കല്യാണം എങ്ങനെയാവണോ എന്ന് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മറ്റോരോ മക്കളുടെ കല്യാണം അതുപോലെ ആവണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന് ദൈവം അതിനുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആദ്യത്തെ. അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോയാൽ എന്തൊക്കെ ലഭിക്കണം, എങ്ങനെയൊക്കെ ലഭിക്കണം, അതിന് വ്യക്തമായിട്ട് താങ്കൾക്കും ഉണ്ടാവുമല്ലോ. തീർച്ചയായും. താങ്കൾ പോകുമ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചായ കുടിക്കാൻ ഉദ്ദേശിച്ചു, ആ ചായ എങ്ങനെ കിട്ടണം, ഒരു രൂപ, അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. നമുക്കത് എത്രത്തോളം പിന്നെ അത് പ്രായോഗികമാക്കിയിട്ട് കൃത്യതയോടുകൂടി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിലൊരു പൂർണ്ണത ഉണ്ടാവും. അതിന് ആ ഒരു ടീം അതിന് സജ്ജമാവും, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരും. അതിന് തീർച്ചയായിട്ടും അപ്പം ആ കിട്ടിയ റിസൾട്ടാണ് ഇന്ന് കാണുന്നത് മുഴുവൻ. അതെൻ്റെ ടീമിന് അവകാശപ്പെട്ടതാണ്, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്ന എൻ്റെ കസ്റ്റമേഴ്സിന് അവകാശപ്പെട്ടതാണ്, സർവോപരി ദൈവത്തിന് അവകാശപ്പെട്ടത്. ഈ രുചി എന്ന് പറയുന്ന സ്ഥാപനം മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? വ്യത്യസ്തമാകുന്നത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാം നടത്തുമ്പോൾ അവർക്ക് ചെറിയ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. തീർച്ചയായിട്ടും. ആ ഇഷ്ടാനിഷ്ടത്തിലെ പ്രധാനം അവർക്ക് ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സേവനവും നല്ല ഭക്ഷണവും എന്നും ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ലഭിക്കലാണ്. അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കലും, നമ്മൾ ഓരോ മീറ്റിങ്ങിൽ കഴിയാവുന്നിടത്തോളം സ്ഥലങ്ങളിൽ ഓർഡർ എടുക്കാനും പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ നേരിട്ടിട്ട് ഭക്ഷണം വിളമ്പാനും ഞാൻ പോകാറുണ്ട്. ചിലപ്പോൾ എന്നേക്കാൾ മിടുക്കരാണ് എൻ്റെ ടീം എന്നുള്ള എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒപ്പം തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും കൂടിയിട്ട് എന്നിലൂടെ തന്നെ ഗസ്റ്റിന് എത്തിക്കാൻ കഴിയുമ്പോൾ കുറേ കൂടി എനിക്കും സന്തോഷം ലഭിക്കാറുണ്ട്. മാർക്കറ്റിൽ ലഭിക്കുന്ന വിഭവങ്ങൾ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് ലഭിക്കുക. അതിൽ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായൊരു ജോലിയാണ്. ഇതിനൊന്നും കഷ്ടപ്പാട് എന്നുള്ള വാക്കിനെ ഞാൻ
തീരെ പിന്നെ പറയാൻ കാരണം കഷ്ടപ്പാടല്ല, അതൊക്കെ ആസ്വാദനമുണ്ട് അതിൽ. നല്ല രീതിയിൽ ഒരു സാധനം തിരഞ്ഞെടുത്ത് ഒരു ഗസ്റ്റിന് വിളമ്പി അതിൽ നിന്ന് സന്തോഷം അനുഭവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അനുഭവമാണ്. ശരിക്കും കഷ്ടപ്പാട് എന്ന് പറയുന്നത് നമ്മളൊരു കോമൺ ആയിട്ട് ഇത് പറയാം. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണല്ലോ. മൂന്നാമത്തത് ആദ്യത്തെ നമ്മൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തത് അവരുടെ ആഗ്രഹമുള്ള കാര്യങ്ങളെ ഏറ്റവും നല്ല വിഭവങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടും ഏറ്റവും നല്ല സേവനം നൽകിക്കൊണ്ടും അതിനെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. മൂന്നാമത്തത് അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷകരമായ മുഖങ്ങൾ മതിയായിട്ടുള്ള അളവിൽ നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ നമുക്കത് നമ്മളും ഭയങ്കരമായിട്ട് ആ സമയത്ത് എനർജൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വലിയൊരു ഘടകമാണത്. നമ്മൾ കാര്യം ഒരു 20 മണിക്കൂറൊക്കെ നിരന്തരമായിട്ടൊക്കെ ജോലി ചെയ്യേണ്ട ഒരുപാട് സമയങ്ങളുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ തളരാതെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഇതിനെ ആധുനികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയും ഇതിനെ ക്രമീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്, കൃത്യമായിട്ടുള്ള ഇപ്പം ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 വർഷത്തായിട്ട് ഞാൻ ഈ 60ാമത്തെ വയസ്സിൽ ഒരു MBA ഒക്കെ ചെയ്തു. അതിൽ എൻ്റെ ആറൂൺ അടക്കമുള്ള 40-42 വയസ്സുകാരാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് മുഴുവൻ. എനിക്ക് ആദ്യമൊക്കെ അതിൽ വല്ലാത്ത ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ടും എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവങ്ങളും കൂടിയിട്ടാണ് ഞാൻ അവിടെ, കാരണം പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡിസ്കഷനുകളൊക്കെ വളരെയധികം ഡെപ്തിലേക്ക് പോകും. അപ്പം ഞാൻ പലപ്പോഴും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എൻ്റെ 45-48 കൊല്ലത്തെ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നന്നായി തോന്നി. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്, പിന്നെ ഞങ്ങളുടെ ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ, ബാക്കിയുള്ളതും R&D ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ഉദ്ദേശങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 30 വർഷത്തിൽ കൂടുതൽ നമ്മുടെ ഇതേ ഫാമിലി നിൽക്കുന്ന ജീവനക്കാരാണ് കൂടുതൽ നമ്മുടെ കൂടെ. ഇതൊക്കെയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. വളരെ വ്യത്യസ്തരാക്കുന്നത്. അരുൺ, ഇപ്പോൾ ഈ കാലയളവിൽ താങ്കൾ വന്നതിന് ശേഷം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എത്ര കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ടാവും? നമ്മൾ ഏറ്റവും നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ 92-ൽ സ്റ്റാർട്ട് ചെയ്ത പട ജേണിയാണ്. രുചി വന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് 2012-ലാണ് രുചി വരുന്നത്. ഈ ഒരു 10-14 കൊല്ലത്തിനിടയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും മിനിമം ഒരു 10,000 കല്യാണമെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 10,000 വെഡിങ്ങുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 10,000 കുടുംബങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലേ? ഇപ്പോൾ താങ്കൾ പുതിയ ജനറേഷനാണ്, 2ാമത്തെ തലമുറയാണ്, അല്ലെ 3ാമത്തെ തലമുറയാണ്. താങ്കളുടെ നോട്ടത്തിൽ എന്താണ് രുചിയെ വ്യത്യസ്തമാക്കുന്നത്? നമ്മൾ ഏറ്റവും വലിയ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഘടകം എന്ന് പറയുന്നത്, ഒരു ഗസ്റ്റ് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുന്നേ ഞങ്ങളത് ഡെലിവറി ചെയ്യും. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു ഗസ്റ്റിനെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ വേദിയിൽ ഒരു ഗസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്ത് നിൽക്കുമ്പോൾ ആ ഗസ്റ്റ് എന്തോ മിസ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അത് അദ്ദേഹത്തിന്റെ ഫേസും ആ പ്ലേറ്റും കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം ആ ഗസ്റ്റിന് വെള്ളമാണ് ആവശ്യമുള്ളത്, ആ ഗസ്റ്റിന് ഇതാണ് ഞങ്ങളെ ടീമിലേക്കും കൊടുക്കുന്നത്. ഞങ്ങള് ഗസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ അവിടെ ഡെലിവറി നടന്നോളണം. ആ അനുഭവം രുചിയിൽ നിന്ന് മാത്രമേ ഒരു കസ്റ്റമർക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വരുന്ന റെഫറൽ പോലും അതിനെ ബേസ് ചെയ്തിട്ടാണ്. എല്ലാവരും നല്ല ഭക്ഷണങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്, പക്ഷെ രുചി തരുന്ന ഒരു എക്സ്പീരിയൻസ് അത് രുചിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഉസ്മാനിലേക്ക് തിരിച്ചു വരാം. ഇതൊരു ഭക്ഷണം എന്ന് പറയുന്നൊരു സാധനം നമുക്ക് വയറ് നിറയ്ക്കാനുള്ളതാണോ അതോ മനസ്സ് നിറയ്ക്കാനുള്ളതാണോ എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ഹരമാണത് അല്ലേ? യഥാർത്ഥത്തിൽ വയറ് നിറയ്ക്കൽ എളുപ്പമാണ്, മനസ്സ് നിറയ്ക്കൽ വളരെ ശ്രമകരമായിട്ടുണ്ട്. അത് ഒരു വലിയ യഥാർത്ഥത്തിൽ താങ്കൾക്കും അറിയാം, താങ്കളുടെ ചെറുപ്പകാലത്തും ഇപ്പോഴുള്ള ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങളും
അതിൻ്റെ ഡീറ്റെയിലിംഗ്. മറ്റേ നമ്മൾ ഒരു ഡീറ്റെയിലിംഗ് ഇല്ലെങ്കിലും ഒരു നാട്ടിലെ ഏറ്റവും നല്ല റോ മെറ്റീരിയലുകൾ കിട്ടുന്ന നാടായിരുന്നു നമ്മുടെയൊക്കെ. എവിടെ നിന്ന് കിട്ടിയാലും ഒരു പോത്തിനൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ പോത്തിനെ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചതിന് ശേഷമേ ഇറക്കുമായിരുന്നു. ഇന്ന് അത് തെരഞ്ഞു പിടിക്കണം, നല്ല ഭക്ഷണം തെരഞ്ഞു പിടിക്കണം, വളരെ അതായത് തൻ്റെ റോ മെറ്റീരിയൽ തെരഞ്ഞു പിടിക്കുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള പണിയാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ പ്രധാനമായിട്ടുള്ള നമ്മൾ ചെയ്ത വെഡ്ഡിങ്സിലൊക്കെ പിന്നെ ഏകദേശം പിന്നെ 7000 കിലോ മീറ്റും ഫിഷും കൂടിയിട്ട് ഉപയോഗിച്ച കല്യാണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 7000 കിലോ മീറ്റ് നല്ലത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ശ്രമകരമാണ്, വലിയ ശ്രമകരം. ഞങ്ങൾ അതിൽ പോലും വളരെ മുന്നോട്ട് ചിന്തിക്കൽ തുടങ്ങി. ഞങ്ങൾ കാലി വളർത്തലിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മാംസത്തിന് വേണ്ടിയുള്ള കാലി വളർത്തലിൻ്റെ R&D ഞങ്ങൾ 2 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ പോവുകയാണെങ്കിൽ ഞങ്ങൾ 2027 ലാസ്റ്റ് 2028 മുതൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്വന്തം ഫാമിലെ സ്വന്തം മീറ്റ് ഉപയോഗിച്ച് നമ്മൾ പരിപാടികൾ നടത്തി തുടങ്ങും. അതിൻ്റെ R&Dക്കൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നത് വളരെ എക്സ്പെർട്ടായിട്ടുള്ള പിന്നെ കൺസൾട്ടൻറ്റുകളാണ് അതിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഗുണകരമായിട്ടുള്ള ഇതുകൾ നടക്കും. ഒപ്പം തന്നെ ഇത് ഭക്ഷണ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ എൻ്റെ ചെറുപ്പത്തിൽ ഉള്ളതിനേക്കാൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞിട്ട് അതിന് 10,000 ഇരട്ടിയായിരിക്കും. ആ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ ഒരു ബിരിയാണി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രൈ ഉണ്ടാവും. നമ്മൾ പറയും വെജിറ്റേറിയൻ ആണ്, അവിടെ ഒരു സദ്യ ഉണ്ട്, അവിടെ പോയി കഴിച്ചോളാം പറയും. ഇതിൽ കവിഞ്ഞ്. പക്ഷെ ഇന്ന് ഒരു ജ്വല്ലറി കയറി സ്വർണം കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വസ്ത്രാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന അതിനും മാത്രം വിഭവങ്ങളായി ഇവിടെ. ഈ മാറ്റം എന്താണ്? ഈ മാറ്റം അതിൽ നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളെ നമ്മൾ അനുഭവിക്കാനുള്ള ആഗ്രഹങ്ങൾ വെച്ച ഇൻഡസ്ട്രി ഇപ്പോൾ ഭക്ഷണമാണ്. ഞങ്ങൾ പല കാര്യത്തിലും ചെറിയ തട്ടുകട മുതൽ പിന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഭക്ഷണശാലകൾ വരെ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ജൂൺ 27 മുതൽ പിന്നെ ജൂലൈ 8 വരെയുള്ള സമയത്ത് നമ്മൾ തുർക്കിയിലാണ് ഇരുന്നിട്ട്. അത് കബാബുകളുടെ ലോക താങ്കൾക്ക് അറിയാലോ. യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ച പല കബാബുകൾ ഡോണർ കബാബ് ബാക്കിയുള്ളതൊക്കെയാണ്. അവിടെ ഓരോ റീജൻ ഓരോ കബാബുകളുണ്ട്, ഓരോ ഏരിയയ്ക്ക് വരെ കബാബുകളുണ്ട്, ഓരോ പിന്നെ സിറ്റിക്ക് വരെ കബാബുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നിറത്തിലും പിന്നെ രൂപത്തിലൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റും. രുചിയിൽ അതിനെ അനുകരിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള പണിയാണ്. അത് ഞങ്ങൾ ഒരിക്കലും ഒരു പണിയായിട്ട് എടുക്കുന്നില്ല. അതിനെ തീർച്ചയായിട്ടും നമ്മുടെ ഗസ്റ്റുകൾക്ക് ഏറ്റവും ഉയർന്ന തലത്തിലും ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ പലപ്പോഴും പല സ്ഥലത്തും സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ കൊഴുവ് വറുത്തതിനും ചിക്കൻ 65 ഒക്കെ ഒരേ രുചി എന്നുള്ളതല്ല. കൊഴുവ് വറുത്തതിന് രുചി തന്നെ വേണം, കോഴി പൊരിച്ചതിന് രുചി തന്നെ വേണം. ഒക്കെ വ്യത്യസ്തതകളും. ഇതെന്താന്ന് വെച്ചാൽ ഇത് അനുഭവിക്കുന്ന താങ്കൾ പറഞ്ഞല്ലോ ഇപ്പൊ ഇതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഈ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഗസ്റ്റിനെ നമ്മുടെ അതിഥികൾക്ക് അതിനെ പറ്റിയിട്ട് സാമാന്യ അറിവുള്ളവരാണ്, മുമ്പത്തെ പോലെയല്ല. അപ്പോൾ അത് രുചിച്ച് നോക്കിയിട്ട് അത് അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ രുചിക്ക് എത്തണം. അത് ശ്രമകരമാണ്. പക്ഷെ അതൊക്കെ പിന്നെ നടത്താൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആരോണ്ടൊക്കെ വരാം. ഈ ഒരു ഇലാബറേറ്റഡ് മെനു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അല്ലേ. ഞാൻ തന്നെ ഒരു കല്യാണത്തിന് ഈ അടുത്തൊക്കെ പോയിട്ട് എവിടെ നിന്ന് തുടങ്ങും, അല്ലെങ്കിൽ എന്ത് കഴിക്കും, ഒരു ചായ കുടിക്കാന്ന് ചോദിച്ചാൽ 20 വെറൈറ്റിയും 30 വെറൈറ്റിയും പേര് പോലും കേട്ടിട്ട് ബ്ലാക്ക് ടീയുടെ കാര്യമാണ് പറയുന്നത്. ആ ലോകത്തേക്കാണ് നമ്മളിരിക്കുന്നത്. ഈ ഒരു മാറ്റം, അതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇത്ര വൈവിധ്യമായിട്ടുള്ള ഒരു മെനുവില് ഞങ്ങൾ ആദ്യം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ അത് അത്ര വിപുലമായിട്ട് വന്നത് സോഷ്യൽ മീഡിയ കാരണമാണ്.
കാരണം ഞങ്ങളുടെ മെനു ഒരു സമയത്ത് ഇതേപോലെ ആയിരുന്നു. ഒരു നാടന്റെ ഒരു 20 ഐറ്റം ഉണ്ടാവും, മലബാർ ഒരു 20 ഐറ്റം ഉണ്ടാവും, ബിരിയാണി 5 ഐറ്റം അല്ലെങ്കിൽ 6 ഐറ്റം ബിരിയാണി ഉണ്ടാവും, കബാബുകൾ ഒരു ഇതുപോലെ ഒരു 8 ഐറ്റം ഉണ്ടാവും. അപ്പോ ഇത് എത്ര വർഷം മുമ്പുള്ള കാര്യം? ഇതൊരു 15 വർഷം അന്നേ മുമ്പുള്ള തൊട്ട് നിങ്ങൾ ഇതുണ്ട്. അന്നേ മുതലേ ഉണ്ട്. അതായത് ഇപ്പോ നമ്മൾ കാണുന്ന ഈ തൂക്കിയിട്ടുള്ള ബിരിയാണി, ഈ തൂക്കിയിട്ടുള്ള ഇപ്പൊ ബിരിയാണി ട്രെൻഡിങ്. ട്രെൻഡ് ചെയ്തിട്ടുള്ള ആ തൂക്കിയിട്ടുള്ള ബിരിയാണിയൊക്കെ ഞങ്ങൾ 20 വർഷം മുമ്പ് ഇത് കൊണ്ടുവന്നതാ. അത് ഡിസൈൻ ചെയ്തത് പോലും അന്ന് എന്റെ കൂടെ എന്റെ ഒരു കാരണവരുണ്ടായിരുന്നു. പുള്ളിയും ഉപ്പയും കൂടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തത് തന്നെ. അന്ന് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്ന് എന്താ പറയാ, മീഡിയക്ക് അങ്ങനത്തെ ഒരു പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു നാട്ടിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നത്. നമ്മൾ ചെയ്ത വലിയ സംഭവം നമുക്ക് പോലും അറിയില്ല. നമുക്കറിയില്ലായിരുന്നു. പിന്നീടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പണ്ടേ നമ്മൾ പണ്ട് നമ്മൾ ചെയ്തതായിരുന്നു. ഇന്ന് അത് കാണുമ്പോഴാണ് നമ്മൾ എത്രയോ മുന്നോട്ട് വന്നത്. ആ സമയങ്ങളിൽ നമ്മൾ പറയുന്നത് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അന്നെന്നുള്ളത് നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഉസ്മാനിക്കലോട്ട് വരാം. ഉസ്മാനിക്ക, ഏത് ഇൻഡസ്ട്രി എടുത്താലും നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്നത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി. പക്ഷെ നിങ്ങളുടെ ഇൻഡസ്ട്രി പ്രത്യേകതയുണ്ട്, ലൈവായിട്ട് ഫീഡ്ബാക്ക് കിട്ടും. നിന്ന നിപ്പിൽ നല്ലതാണെന്ന് പറയും, അല്ലെങ്കിൽ തെറി വിളിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണിത്. അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതെങ്ങനെയാണ് അത്ര പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റുക? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ലേ? അതിൽ നമ്മളും ടീമും അനുവർത്തിക്കുന്ന ഒരു കാര്യം ഒന്നിന് ചെറുതായി കാണില്ല. അതൊരു വലിയ എല്ലാം പിന്നെ ഇതിൻ്റെ പിന്നെ അതിൻ്റെ വരുംവരായികളെ കുറിച്ചിട്ട് നമ്മൾ വളരെ വ്യാകുലരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിചാരിതമായിട്ട് എന്തെങ്കിലും വന്നാൽ പോലും അതിനെങ്ങനെ നേരിടണം എന്ന് പോലും നമ്മൾ കൃത്യമായിട്ട് രൂപരേഖ നമുക്കുണ്ട്. അത് നമ്മൾ താങ്കൾ അറിയാലോ, പ്ലാൻ എ പ്ലാൻ ബി ഒക്കെ ഇല്ലേ. അതിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റുകൾ സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ കൃത്യമായിട്ട് ദീർഘകാലം പാരമ്പര്യം മൂല്യങ്ങളുമുള്ള ആളുകളിലൂടെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അവിചാരിതമായിട്ട് 10 രൂപ കുറച്ച് തരാം, അത് നല്ലതാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊന്ന് പറഞ്ഞിട്ട് വരുന്നവരെ നമ്മൾ അങ്ങനെ സ്വീകരിക്കാറില്ല. നമുക്ക് ഇറച്ചി തരുന്ന ആളുകളൊക്കെ എത്രയോ വർഷമായിട്ട് നമ്മൾ നമുക്ക് പിന്നെ പലചരക്കും പച്ചക്കറികളും ബാക്കിയൊക്കെ തരുന്നത് ഇപ്പോൾ എല്ലാ യൂണിറ്റ് ഇപ്പോൾ കോട്ടയത്ത്, പിന്നെ ചങ്ങനാശ്ശേരിയിൽ, ട്രിവാൻഡ്രത്ത്, എറണാകുളത്തൊക്കെ ദീർഘകാലമായിട്ട് നമുക്ക് തരുന്നവരാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ ഇപ്പോൾ അരി എന്ന് പറയണത്, അരി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ബ്രാൻഡുകളും പിന്നെ ഏറ്റവും നമ്മൾ പച്ചരിയിൽ മാത്രം ബിരിയാണി വെക്കുന്നവരാണ്. പച്ചരി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് റോ റൈസ്, സെല, പുഴുങ്ങല്ലരി എന്ന് പറയുന്ന സാധനങ്ങളിൽ നമ്മൾ തീരെ ബിരിയാണി വെക്കാറില്ല. അത് മാർക്കറ്റിലുള്ള വളരെ ഉയർന്ന നിലത്തിലുള്ള ബ്രാൻഡുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള പിന്നെ അതായത് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ. അതിൽ നിന്ന് വില കുറഞ്ഞിട്ടുള്ള സമയത്ത് വേറൊരാൾ അതേ അരി തന്നെ ചിലപ്പോൾ നമുക്ക് വില കുറച്ച് തന്നേക്കാം, നല്ല അരി തന്നെ, പക്ഷെ നമ്മൾ അതിലേക്ക് പോകാം. നിങ്ങൾ ഒരു ദിവസമൊക്കെ എടുത്ത് ആവറേജ് എത്ര കല്യാണമൊക്കെ നടത്തും? നമ്മൾ മാക്സിമം നമ്മൾ 4 കല്യാണത്തിന് ഒതുങ്ങാറുണ്ട്. അതിൻ്റെ അപ്പുറം വന്നാൽ എടുക്കാറുണ്ട്. ഒരു മാസമൊക്കെ മാക്സിമം എത്ര ചെയ്തു? നമുക്ക് ശരാശരി താങ്കൾ നോക്കിക്കോളൂ, ഒരു നല്ല സീസണിലൊക്കെ വെച്ചെങ്കിൽ ഒരു മാസത്തിൽ 80 മുതൽ 100 കല്യാണം വരെ ചെയ്യും. 100 കല്യാണം വരെ ചെയ്യും. അത്രയും ചെയ്യുന്നുണ്ട് നിങ്ങൾ? അത്രയും ചെയ്യുന്നത്. അപ്പോൾ അരുൺ, നിങ്ങളുടെ ഒരു ടീം സൈസ് എന്താണ്? നമ്മൾ സാർ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൺ സ്റ്റാഫായിട്ട് തന്നെ ഇപ്പൊ ഏകദേശം 150ഓളം സ്റ്റാഫുകളുണ്ട്. 150 പേര്. അപ്പൊ പരോക്ഷമായിട്ട് എത്ര പേര്? ഒരു 600-ൽ കൂടുതൽ പരോക്ഷമായിട്ടുള്ള ഡെയിലി വേജ്. 750 കുടുംബങ്ങൾ നമ്മൾ കാരണം അന്നം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവരുടെ പ്രാർത്ഥനകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ വെൻഡേഴ്സ് ഇതുവഴി അല്ലേ, അതൊരു വലിയ കമ്മ്യൂണിറ്റി ആയി നമ്മൾ അത്രയ്ക്ക് വളർന്നു എന്നുള്ളതാണ്. അരുൺ, ഇത് താങ്കളുടെ ഈ 3-ാം തലമുറ വന്നതിന് ശേഷം എക്സ്പാൻഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൽ? ഇപ്പൊ എക്സ്പാൻഷനിൽ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഉപ്പ ഉള്ള സമയത്താണ് ഇപ്പൊ ഈ റെസ്റ്റോറൻറ്റുകൾ വരുന്നത്. ഞാന് ഇപ്പോ മദ്രാസിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബേക്കറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരുന്നു അത്. അതിലൂടെ ഞാനും അതുപോലെ തന്നെ എൻ്റെ വൈഫും കൂടിയിട്ടാണ് ഞങ്ങൾ സ്വാദിഷ്ട എന്ന് പറയുന്ന ഒരു സ്നാക്സ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഉപ്പയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്, കാരണം പുള്ളിയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ ഏറ്റവും വലുത്. അതിലൂടെ ഞങ്ങൾ കോവിഡ് സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഫുഡീസ് എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പ്, ചെറിയ കോഫി ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അത് നമ്മൾ ഹോം ടൗൺ ആയിട്ടുള്ള കുന്നംകുളത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രണ്ടാമത് ഞങ്ങൾ പെരുമ്പിലാവിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ മൂന്നാമത്തത് വടക്കാഞ്ചേരി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്വാദിഷ്ടം എന്ന് പറയുന്ന ബ്രാൻഡ് എക്സ്ക്ലൂസീവ്ലി എന്താ പറയാ ഒരു വുമൺ ഓൺടർപ്രണർഷിപ്പിലുള്ള ഒരു ഇതാണ്. എക്സ്ക്ലൂസീവായിട്ടും ഏകദേശം 50ഓളം സ്ത്രീകൾക്ക് മാത്രം തൊഴിൽ കൊടുക്കുന്നതാണ്. അവരാണ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത്. അവരാണ് ഇതിന്റെ എല്ലാ ഓപ്പറേഷൻസും നമ്മൾ ലേഡീസിലൂടെയാണ് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു എക്സ്പാൻഷനാണ് ഇപ്പൊ ഇനി ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിനേക്കാൾ കൂടുതൽ ഈ ഒരു ഇതിലാണ് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. പുള്ളിക്കാരിയാണ് അത് ലീഡ് ചെയ്യുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഏതൊരു ഇൻഡസ്ട്രിയിലും ചാലഞ്ചസ് ഉണ്ടാവും. ഈ കാലയളവിൽ നമ്മുടെ രുചി എടുത്താൽ കേറ്ററിംഗ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ചാലഞ്ചസോ പരാജയങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ഭക്ഷണത്തിനെ ഇന്ന് വരെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു പ്രോഗ്രാമില് അത് മോശമായിട്ട് അവരുടെ പദവിയെ പിന്നിലേക്ക് വലിക്കുന്ന തരത്തിലുള്ള ഒന്നിനും ഒരു പരീക്ഷണം ദൈവം ഇന്ന് വരെ തന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏത് സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇതാണ്. അതിന് നമ്മൾ ഒരു പരിധി വരെ കുറേ മുൻകൂട്ടി കാണാറുണ്ട്. മുൻകൂട്ടി കാണുക എന്ന് പറയുന്നത് പലപ്പോഴും ഗസ്റ്റിന് അറിയില്ല 1:30 മണിക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയാൽ ഇത് ഗസ്റ്റ് അവരുടെ അതിഥികളെ സന്തോഷകരമായിട്ട് ഒരു ഭക്ഷണം വിളമ്പിയിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ലഭിക്കാവുന്ന തരത്തിലാന്ന് പലപ്പോഴും അറിയില്ല. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഗസ്റ്റിനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. കെട്ട് കഴിഞ്ഞു വിടുമ്പോൾ നമുക്ക് ഇന്ന ഭാഗം ഓപ്പൺ ചെയ്യാം, ഇത് കഴിഞ്ഞു വിടുമ്പോൾ ഇന്ന ഭാഗം ഓപ്പൺ ചെയ്യാം, ഇന്ന സ്ഥലത്ത് അഥവാ നേരം വൈകുകയാണെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ അവിടെ നമ്മൾ ഒരു അപ്പർ ഹാൻഡ് തന്നെ എടുക്കും. കാരണം എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ആ പ്രോഗ്രാം കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ കല്യാണം എല്ലാവരും അങ്ങനെയാണെന്ന് പറയില്ല. പലപ്പോഴും അവരുടെ അജ്ഞത കൊണ്ടായിരിക്കാം അവർ വിളിച്ചത്. ചിലപ്പോൾ ഒരു 800 പേരെ മനസ്സിൽ കണ്ടു, വിളിച്ചപ്പോൾ 1000 പേരായി, പക്ഷെ വന്നപ്പോൾ 1200 ഇത് എല്ലാ കല്യാണങ്ങളിലും നമ്മൾ അവസാന നിമിഷം കാണുന്നൊരു ടെൻഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഓട്ടമാണ്. അപ്പം ഞാൻ തന്നെ പോയിട്ട് ലാസ്റ്റ് ലേറ്റായി പോയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിഷമം തോന്നരുതിട്ടാ, ഇത്തിരി ഒന്ന് ഷോർട്ടേജ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, ഞാനും അധികം കഴിക്കുന്ന ആളല്ല എന്ന് നമ്മുടെ മാന്യതയിൽ പറയുന്നുണ്ട്. പക്ഷെ ചിലർ അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ, അവർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്. താങ്കൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരു എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് ഇതെങ്ങനെയാണ് തരണം ചെയ്യുക? ഇത് പലതരത്തിലും ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു തെറ്റായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുന്നത് പോലും ഇതിന് ഈ അവസ്ഥയിലേക്ക് എത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഗസ്റ്റ് നമ്മളോട് നമ്മുടെ കസ്റ്റമർ നമ്മളോട് പറയാണ് 1000 ആളുടെ ഭക്ഷണമാണ് ഏൽപ്പിക്കുന്നത്. നോർമൽ ലെവലിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് എത്ര ആൾക്ക് വിളമ്പാൻ പറ്റും? 10,200 ആൾക്ക് വിളമ്പാൻ പറ്റും. ഒരു തെറ്റായിട്ടുള്ള ഒരു അറിവ് അവർക്ക് കൊടുക്കുകയാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് പറയും, 1000 ആൾക്ക് പറഞ്ഞാൽ 1000 ആൾക്ക് സമൃദ്ധിയായി വിളമ്പാനേ നമുക്ക് ബാധ്യതയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഗസ്റ്റിന് കൃത്യമായിട്ട് പറയണം. ഒപ്പം തന്നെ അതിഥികൾ കൂടിയാൽ എന്തൊക്കെ നമുക്ക് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് അവർക്ക് നമ്മൾ കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കും. അതില് സുതാര്യത ഉറപ്പുവരുത്താൻ എന്തൊക്കെ ചെയ്യണം കൃത്യമായിട്ട് അതെല്ലാം ചെയ്തിരിക്കും. രണ്ടാമത്തത്, ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ അതിന് ഒരു റീഫർ വണ്ടികളും ചില്ലറും കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു കോൾ റൂമുള്ള കേരളത്തിലെ ഏക കേറ്ററിംഗ് ടീം ഞങ്ങളാണ്. വെരി ഗുഡ്. അത് ഞങ്ങൾ ഓരോ സൈറ്റിലും അത് അഥവാ പലപ്പോഴും ഗസ്റ്റുകൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയൊന്നാവില്ല. താങ്കൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഒരു കല്യാണത്തിന് എത്ര പേര് വരുന്നു മുന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നു, അത് ഇപ്പൊ പറയാൻ വഴിയില്ല. കാരണം ചിലപ്പോ താങ്കൾ ഇന്ന് പോകുന്ന ഒരു കല്യാണത്തിന് ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഇല്ല, ഒരു ലഞ്ചാണ്, നമ്മൾ കുട്ടികളെ വീട്ടിൽ പോയില്ലോ വരും, എല്ലാവരും കൂടി പോവാന്ന് പറയും. പക്ഷെ അവര് കൂട്ടിയിരിക്കുന്നത് 2 പേരെയാണ്. അപ്പൊ ഇതൊക്കെ അവിചാരിതമായിട്ട് ഉണ്ടാകുന്നു. അപ്പൊ ഒരിക്കൽ പോലും ഗസ്റ്റിന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്നതൊക്കെ നമ്മുടെ ബാധ്യതയായിട്ടെടുക്കണം.
ഗസ്റ്റിന്റെ അഭിമാനം ഒരു തരത്തിലും പിന്നെ കുറഞ്ഞു പോകാൻ പാടില്ല, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനുള്ള മുൻകരുതൽ ഗസ്റ്റിനേക്കാൾ നമ്മുടെ കസ്റ്റമറേക്കാൾ കൂടുതൽ നമുക്കാണ് ഈ ഇൻഡസ്ട്രിയിൽ അറിവുള്ളത്. നമ്മൾ കൃത്യമായിട്ട് അവരെ ബോധിപ്പിച്ചു. നമ്മളൊരു വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചാൽ അതെല്ലാം ഗുണകരമല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട്, പിന്നെ നമുക്ക് പ്രോഗ്രാമുകൾ തരുന്ന എല്ലാ കസ്റ്റമറും വളരെ ഉയർന്ന നിലവാരത്തിലുള്ളവരും നമ്മളുടെ വളരെയധികം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ്. അതൊരു വലിയ വിഷയം, അത് വലിയൊരു അനുഗ്രഹമാണ്. വലിയ അനുഗ്രഹമാണ്. അത് നമുക്ക് തന്നെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ഇതാക്കാറുണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ക്ലിയർ ആണ് സുമേഷ്. ഞാൻ അരുണിലേക്ക്. അരുൺ, ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പുതുമ തേടി പോകുന്ന ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ ഈ പുതുമയുടെ പുറകെ എങ്ങനെയാണത്? ഞങ്ങള് പ്രത്യേകിച്ച് ഞാനും ഉപ്പയും ധാരാളം യാത്ര ചെയ്യുന്നതാണ്. ഞങ്ങള് കൂടുതലും യാത്ര ചെയ്യുന്നത് ഭക്ഷണം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നാടുകൾ ഏതാണോ അതിലോട്ടാണ് ഞങ്ങൾ പോവുക. അപ്പൊ ഞങ്ങൾ എല്ലാ കൊല്ലവും ഈ ദുബായ് ഫുഡ് ഫെസ്റ്റിന് നമ്മൾ പോകും. ദുബായ് ഫുഡ് എക്സ്പോന് ഞങ്ങൾ പോകാറുണ്ട്. അതിൽ വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിലുള്ള ഭക്ഷണങ്ങള്, ഭക്ഷണത്തിലെ പുതിയ ട്രെൻഡുകൾ, അതുപോലെ ഒരുപാട് എന്താ പറയുക, ഇനിയും ഈ മേഖല എങ്ങോട്ട് പോവും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങളൊരു തുർക്കി യാത്ര ചെയ്തു. ഇപ്പോൾ പറഞ്ഞ പോലെ ആ തുർക്കി യാത്രയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. കാരണം ശരിക്കും പറഞ്ഞാൽ പലരും ടിപ്പിക്കലായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് മടുത്തിരിക്കണു. അപ്പോൾ ആ പുതുമയുള്ള ഭക്ഷണം എന്തുണ്ട് എന്നുള്ളതാണ് നമ്മളെ കസ്റ്റമേഴ്സ് പോലും നമ്മളോട് ചോദിക്കുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ചാലഞ്ച് കൂടിയാണ്. ഞങ്ങളത് എപ്പോഴും വെൽക്കം ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് പുതുമ എപ്പോഴും ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഞങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് റിപ്പീറ്റ് വരുന്നുണ്ട്. അവരൊക്കെ നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ കല്യാണത്തിന് നമ്മൾ ആ മെനുവിൽ വെച്ച് ഈ കല്യാണത്തിന് നമുക്ക് എന്താ പുതിയത് എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ പുതുമ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റണം ഗസ്റ്റിനോട്. അതൊരു വാക്കിലൂടെ മാത്രമല്ല, നമ്മളുടെ പ്രോഗ്രാം അങ്ങനെ ആ ഫീലാണ് രുചി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഈ ഇൻഡസ്ട്രിയിലേക്ക് യുവതി ചെറുപ്പക്കാർ വരുന്നുണ്ട്, പുതിയ തലമുറ വരുന്നുണ്ട്. 45 വർഷമായി ഫുഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ഐക്കോണിക് ബ്രാൻഡാണ്. ആ പേര് തന്നെ ഒരു ബ്രാൻഡാണ്. ഉസ്മാനിക്കയ്ക്ക് ഈ പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാരില് ഒരുപാട് പുതുമകൾ ഇതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പുതുമകൾ, പ്രത്യേകിച്ച് ഈ അവരുടെ ആ യൗവനത്തിന്റെ ആ തീക്ഷ്ണതല്ലേ, അത് വളരെ ഇതില്, പ്രത്യേകിച്ച് സെറ്റിങ്ങും ബാക്കിയുള്ളതിന്റെ കാര്യത്തിൽ അവരോട് പറയാനുള്ളത് ഏറ്റവും ട്രെൻഡിന്റെ പിന്നാലെ പോകാതെ എല്ലാറ്റിനെ പറ്റിയിട്ട് പ്രാഥമികമായിട്ടെങ്കിലും പഠിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ താങ്കൾക്ക് നേരത്തെ പറഞ്ഞില്ലേ, നല്ല ഇറച്ചി എന്ത്, നല്ല മീൻ എന്ത്, ഏത് ഭക്ഷണം എത്ര സമയം വരെ പിന്നെ കേടുവരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്താണ്, അത് കൃത്യമായിട്ട് പഠിക്കണം. അത് ഈ കാര്യം മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ആവശ്യം വരില്ലെന്ന് കരുതുന്ന കാര്യം പോലും പ്രാഥമികമായി പഠിക്കൽ നല്ലതാണ്. ഇറങ്ങുള്ളൂ. ഉയർന്ന തരത്തിലുള്ള എനിക്കൊക്കെ ചിലപ്പോൾ ചില മക്കളിനെയൊക്കെ വളരെ ബഹുമാനം തോന്നാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ, 22 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ, അവൻ അത്യാവശ്യം പിന്നെ ഈ സെറ്റിങ്ങിന്റെ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ചെറിയ ചെറിയ പാർട്ടികളും അവൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഊർജ്ജസ്വലരാണ്. പക്ഷെ എന്താ വെച്ചാൽ അവര് എല്ലാ കാര്യത്തിലും പ്രാഥമിക അറിവ് നേടണം എന്ന് ഞാൻ അവരോട് ഉപദേശിക്കും. അരുൺ, ഇത് താങ്കൾ 3-ാം തലമുറയിൽ എത്തി നിൽക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ തുടങ്ങി ഇതായിട്ട് അത് വളർത്തി, താങ്കളിപ്പോൾ അതിലുണ്ട്, വളർച്ചയുടെ ഭാഗമാണ്. രുചിയുടെ ഭാവി എന്താണ്? രുചിയുടെ ഭാവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങളെ സ്വാദിഷ്ട എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സും അതുപോലെ ഞങ്ങളുടെ ഫ്യൂഷൻ സ്നാക്സുകളും അതിൻ്റെ തന്നെ ഞങ്ങളുടെ ഫ്രോസൺ ഡിവിഷനും ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് R&D ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പ്രൈം പ്ലാറ്റർ എന്ന് പറയുന്ന ഞങ്ങളൊരു ക്ലൗഡ് കിച്ചൺ ഞങ്ങൾ അടുത്ത് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഫുഡീസ് എന്ന് പറയുന്ന കഫേ,
ഈ ഫുഡീസ് എന്ന് പറയുന്ന കഫേയുടെ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി പാർട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ ഭാവി ഇതുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ രുചി ഇപ്പോൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്കും, അതായത് കോയമ്പത്തൂർ ഞങ്ങൾ പുതിയ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ ഞങ്ങൾ ബാംഗ്ലൂരും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ആണ് ഇപ്പൊ നിലവിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങളായിട്ടുള്ളത്. സോണിക്ക, ഇത് ഈ വിജയം നമുക്ക് എന്താ പറയുക, പേഴ്സണലി എടുക്കാവുന്ന ഒരു വിജയമാണ്. കാരണം ഇപ്പോൾ തുടങ്ങി, അതിനുശേഷം താങ്കളായിട്ട് അത് വളർത്തി, അടുത്ത തലമുറ വരുന്നു. ഈ വിജയത്തിൻ്റെ പിന്നിൽ നന്ദി പറയണമെങ്കിൽ ആരോടൊക്കെ ആയിരിക്കും? ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ആദ്യം തന്നെ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളായിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രണ്ടാമത്, ഇതിന് അവസരമൊരുക്കിയ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ച് തന്ന, നമുക്ക് ഇതിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തന്ന പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് 10,000-ൽ പരം. അതിൽ അവർക്കൊക്കെ അവർക്ക് അതുപോലെ ചെയ്തു കൊടുക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ നമുക്ക് അത് തന്നിട്ടുള്ള അവർക്ക് തന്നെയാണ് അതിനുള്ള അവസരം ഒരുക്കി തന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കമ്പനിക്ക് ആ കമ്പനിയിൽ ഒരു വിശ്വാസം അർപ്പിച്ചു തരുന്നൊരു പരിപാടികളെ ഒരു പോറലും ഏൽക്കാതെ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. എൻ്റെ ടീം ദീർഘകാലം 30-35 വർഷമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന പിന്നെ നമ്മുടെ ടീം, ആ ടീം എന്ന് പറയുന്നത് നമ്മുടെ ഈ 150-ഉം 600-ഉം ഒന്നുമല്ല. അതിനു വേണ്ടി എല്ലാം ഒരുക്കി തരുന്ന അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അതിലുണ്ട്. ആ വിജയം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഞാൻ ഏറ്റെടുക്കില്ല. എല്ലാവർക്കും കൂടിയിട്ട് പിന്നെ നൽകുന്നു. ഒപ്പം തന്നെ ഇതിനൊക്കെ അവസരമൊരുക്കി അള്ളാഹുവിന് നന്ദി പ്രകാശിക്കുന്നു. ഇത് മാത്രം. അരുൺ, ഇന്നിപ്പോ ട്രെൻഡിന്റെ പുറകെയാണ് എല്ലാവരും. എന്തെങ്കിലും ട്രെൻഡുകളുടെ പുറകെ നിങ്ങളും ഉണ്ടോ? തീർച്ചയായിട്ടും സാർ. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കൂടുതലും ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സിൽ ഞങ്ങൾ കൂടുതലും ഇനി ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളവിടുത്തെ പോലെ അത്ര ബഹളമൊന്നുമില്ല, പക്ഷെ വളരെ എലഗൻ്റാണ്. വളരെ ചെറിയ ക്രൗഡിലാണ് അത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൽ ഒരുപാട് സാധ്യതയുള്ള ഒരിതാണ്. ഞങ്ങൾ അതിന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ടീമും ഞങ്ങൾ ഒരുപാട് എന്താ പറയുക, അതിലേക്ക് ആണ് ഇനി കൂടുതൽ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് കൂട്ടുന്നുണ്ട് അതിനകത്ത്. താങ്കളുടെ പിതാവ് താങ്കളിലേക്ക് കൈമാറിയ ഒരു സംരംഭം, അത് വളർത്തി എന്നുള്ളതിന് താങ്കൾ നന്ദി പറഞ്ഞു. അടുത്ത തലമുറയുടെ കയ്യിൽ ഇത് സേഫ് ആണോ? ഇപ്പോഴത്തെ ഇതില് ഞാൻ സന്തോഷവാനാണ്, വളരെ സേഫാണ്. ഞാൻ എന്തുദ്ദേശിച്ചോ എൻ്റെ മകനെ പിന്നെ ഈ ഇൻഡസ്ട്രിയിലുള്ള അന്നത്തെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റിന് വിട്ടത്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യയായി വന്നൊരു സ്ത്രീയില് അവർക്ക് ഇതിനോട് വളരെ താല്പര്യമുണ്ട്. അവരിലൂടെ അത് വളർന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വരും തലമുറകൾ, ഇയാളുടെ മക്കള്, അയാളുടെ മക്കളൊക്കെ, ഒരു ബ്രദറും ഉണ്ട്, അതിലുണ്ട്. ഇനിയിപ്പോൾ അയാള് കെട്ടി വരുന്നൊരു പെൺകുട്ടിയും ഇവരുടെ അനന്തരം വരുന്ന ഇവരുടെ മക്കളുടെ മക്കളൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊന്നും ഇല്ലെങ്കിലും രുചി ഇവിടെ ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം തന്നെ രുചിക്ക് ഒരു സമൂഹം, ലോകം ഒക്കെ തന്നിട്ടുള്ള ഒരു വലിയ പിന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ താങ്കൾക്കും അറിയാലോ, മനുഷ്യകുലം നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്ഷണത്തിന് പിന്നെ വളരെ വലിയ ഒരു റോളുണ്ട്. ആ കാലത്തോളം രുചി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കേട്ടു, ഒരു വ്യക്തി മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് 80കളിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. മക്കൾ രണ്ടുപേരും വളരെ ചെറുപ്രായത്തിൽ അതിലോട്ട് കയറുന്നു. അതിനുശേഷം അവർ നന്മയ്ക്കായി 2 ബ്രാൻഡുകളായി വളരുന്നു. രുചി, നമ്മൾ എന്ത് പറയുമ്പോഴും രുചിയുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ്. ഇവിടെ രുചിയുണ്ട് കേരളത്തിൽ. അത് വലിയ ബ്രാൻഡാണത്. അപ്പോൾ രുചിയുടെ പിന്നിലുള്ള കഥ നിങ്ങൾ കേട്ടു. ഈ ഇൻ്റർവ്യൂ കണ്ടവരുടെ മനസ്സിലുണ്ടാവും, വെറുതെ ഒന്നും ഒരു സംരംഭം വളരില്ല, അതിൻ്റെ പിന്നിൽ ത്യാഗങ്ങളുണ്ട്, അതിനോടൊരു സ്നേഹമുണ്ട്, പാഷനുണ്ട്, അതിൽ ഡെഡിക്കേഷനുണ്ട്. ഇവർ വളരെ ഇൻവോൾവായി കസ്റ്റമറിനെ അവർ കാണുന്നത് ചിലപ്പോൾ അവർക്ക് അന്നം തരുന്ന ഒരാളെന്ന രീതിയിലല്ല, അവർ ഹാപ്പി ആവണം എന്ന രീതിയിലാണ് ഇവരുടെ മോഡ്യൂൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ
ബിസിനസ് തന്നെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം രുചി ഇത്ര കാലം നീണ്ടു നിന്നത്. അടുത്ത തലമുറ ഇതാ റെഡിയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഇതിന് അടുത്ത തലമുറയും എല്ലാ തലമുറയും ഇത് തന്നെ ഉണ്ടാവണം, രുചിയുള്ള ഭക്ഷണം കൊടുക്കണമെന്നാണ്. ഇതൊരു സംരംഭകനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, സംരംഭം തുടങ്ങാനിരിക്കുന്നതാണെങ്കിൽ, നിങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്ത് ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നന്നായി പഠിക്കുക. നമ്മുടെ കസ്റ്റമർക്ക് ഏറ്റവും മികച്ചത് കൊടുക്കുക. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷമെന്ന് തിരിച്ചറിയുക. നമ്മുടെ വീട്ടിൽ എന്ത് കാര്യം നടക്കുമോ അതുപോലെ ആയിരിക്കണം അവരുടെ ജീവിതത്തിലും നമ്മൾ മൂലം നടക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലേ ആ സംരംഭം വളരുകയുള്ളൂ. അതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് രുചി കേറ്ററിംഗ്. ഇന്ന് വ്യത്യസ്തമായ ബിസിനസ്സിലൂടെ അവർ വളരുകയാണ്. അത് വളരും. കാരണം നന്മയുള്ള സംരംഭങ്ങൾ എന്നും വളർന്നിട്ടേ ഉള്ളൂ. ഉസ്മാനിക്ക, അരുൺ, വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ വന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഈ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തതിലും അതിനോടൊപ്പം നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമാവാൻ ഒരു സിനിമാ കഥ പോലെ ഞാനും വിഷ്വലൈസ് ചെയ്യായിരുന്നു. എനിക്ക് ഉറപ്പാണ് രുചി ഇവിടെ ഉണ്ടാവും. കാരണം മലയാളിക്ക് രുചി വേണം. അതുകൊണ്ട് രുചി ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും. സന്തോഷം, വളരെ സന്തോഷം.